ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ പൊതുവേ ആർക്കിടെക്ചർ ഉള്ളവരാണ്. നല്ല പെർഫെക്ഷൻ നോക്കുന്നവരാണ്. ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉള്ളവരാണ്. ഉള്ളിൽ നല്ല ആർട്ടിസ്റ്റ് മൈൻഡാണ്. എൻജിനീയറും ഒരുമിച്ചുള്ള ഒരു നക്ഷത്രമാണ്. പൂർണ്ണതയില്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അതുകൊണ്ട് പെർഫെക്ഷന് വേണ്ടിയിട്ട് സമയം കളയണ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. സ്വന്തം ലൈഫിൽ പോലും ഡിസൈൻ ചെയ്യാൻ നന്നായിട്ട് ശ്രമിക്കും. ഒരു ഔട്ട്വേർഡ് കോൺഫിഡൻറ്റ്, ഇൻവേർഡ് സെൻസിറ്റീവ്. ഒരു വെളിയിൽ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ ഉള്ളിൽ കുറച്ച് സെൻസിറ്റീവാണ്. കോംപ്ലിമെൻറ്റ് കിട്ടിയാൽ നല്ല ആകാശമുട്ട നിങ്ങൾക്ക് ഉയരാൻ കഴിയും. അതുപോലെ ഇഗ്നോർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹേർട്ടാവുകയും ചെയ്യും. ഒരുപാട് ചിന്ത കൂടുതലാണ്. ഡിസിഷൻ എടുക്കാൻ നല്ല ലേറ്റ് ആവും. പകുതി മാത്രമുള്ള പ്രണയം പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. കിട്ടുകയാണെങ്കിൽ മുഴുവനും കിട്ടുക തന്നെ വേണം. ഈഗോ ഇല്ലെന്ന് തോന്നും, പക്ഷേ സെൽഫ് റെസ്പെക്റ്റ് വളരെ സ്ട്രോങ് ആണ്. ഓർഡിനറി ലൈഫ് നിങ്ങൾക്ക് സാധാരണ ഉണ്ടാവാറില്ല. നിങ്ങൾ നല്ല യുണീക്കാണ്. അതുകൊണ്ട് ഡിഫറെൻറ്റ് ചെയ്യാനും നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കും. റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആണ്. ഡിസംബർ മാസത്തിൽ ഓവർ തിങ്കിങ് നല്ല പീക്കായ ഒരു മാസമാണ്. ഞാൻ തെറ്റായ വഴിയിലാണോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, മെൻ്റൽ ടയേർഡ്നെസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കരിയറിൽ എഫേർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ റിസൾട്ട് ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അതോറിറ്റി നിങ്ങളെ ശ്രദ്ധിച്ചു, പക്ഷേ സീനിയറായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇമോഷണലി കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. സംസാരിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വൺ സൈഡ് എഫേർട്ട് ഭയങ്കര ഫീലായിട്ടുണ്ടാവും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പൈസ വന്നാലും നിൽക്കാത്ത ഒരവസ്ഥയാണ്. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും. സേവിങ്സിൽ നല്ല ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഇന്നർ ഫീലിങ്സ് ഇതുപോലെ പോയിട്ട് കാര്യമില്ല. ലൈഫിൽ റെസ്റ്റ് വേണമെന്ന് ഒരു തീരുമാനം നിങ്ങളെന്തായാലും എടുത്തിട്ടുണ്ടാവും. ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി കുറച്ച് സ്ലോലി വരും. ഒന്നും കൂടി നമുക്കൊരു തീരുമാനത്തിൽ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു സിഗ്നലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റഡിയിലും കരിയറിലുമാണ് ഉദ്ദേശിച്ചത്. പുതിയ ഡിസ്കഷൻ, ഇൻ്റർവ്യൂ, ഗൈഡൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലോ, അതോ ഇപ്പോൾ ചെയ്യുന്ന ജോലി ചേഞ്ച് ചെയ്താലോ എന്നുള്ള ഒരു തോട്ട്, ആലോചന ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ വരും. ജനുവരി മധ്യാഹ്നം നിങ്ങൾക്ക് എന്തായാലും ഏതെടുക്കണം അതിൻ്റെ ഡിസിഷനൊക്കെ നിങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്യും. ഫ്യൂച്ചർ ഡിസിഷൻ എന്തായാലും നിങ്ങൾ ഡിസൈഡ് ചെയ്യും. പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും മുന്നേ ഉള്ള ഇത് വീണ്ടും കൺഫ്യൂഷനിലാവും. റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉള്ളത് ക്ലിയർ ആവും. ബോണ്ടിങ് കുറച്ചും കൂടി കൂടും. എന്തായാലും അവസാനം ഒരു ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് വരും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ചിലവ് എന്തായാലും പതിവ് പോലെ തന്നെ നല്ല ചിലവ് തന്നെ ആയിരിക്കും. അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാലും കൺട്രോൾ ചെയ്യണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും, പക്ഷേ അത് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. അത് പ്ലാനിങ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഞാൻ സാധാരണ പോലെ ജീവിക്കില്ല, എനിക്ക് വേണ്ട എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്നുള്ള വിചാരങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും.